ഹലോ ഡിയേഴ്സ്, അപ്പം നമ്മുടെ ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ്. അപ്പം നമ്മൾ ആദ്യം ആ സ്റ്റിഫ് പേപ്പർ ഒട്ടിച്ച ക്ലോത്താണിത്. അപ്പോൾ ക്ലോത്തിൻ്റെ എൻഡിൽ ജസ്റ്റ് ഒന്ന് ചെറിയ കട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെറിയ കട്ടുകൾ കൊടുത്തിട്ട് ഒന്ന് മടക്കി ആ സ്റ്റിഫ് പേപ്പറിലേക്ക് ഒട്ടിക്കണം. കണ്ടോ, ഇങ്ങനെ പതുക്കെ കട്ട് ചെയ്യുക. എന്നിട്ട് ആ പേപ്പറിൽ കട്ട് ചെയ്യരുത്, ആ ക്ലോത്ത് കട്ട് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ മടക്കി മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഫ്രണ്ടിലെയും ബാക്കിലെയും പീസ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഓക്കെ, അതിന് ശേഷം നമ്മൾ ഷോൾഡറാണ് ജോയിൻ ചെയ്യുന്നത്. ഇപ്പോൾ രണ്ടിൻ്റെ ഷോൾഡർ ജോയിൻ ചെയ്യണം. അരയിഞ്ചും ഒരു പോയിൻറ്റുമാണ് നമ്മൾ ജോയിൻ ചെയ്യാനായിട്ട് എടുക്കുന്നത്. അത് ജോയിൻ ചെയ്യുക, അതായത് ഇതുപോലെ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രില്ലിൻ്റെ ക്ലോത്തും ഈ സ്റ്റിഫ് പേപ്പർ ഒട്ടിച്ചതും അറ്റാച്ച് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഫ്രില്ലിൻ്റെ പീസാണ്. അതിൻ്റെ സെൻറ്റർ ഭാഗം ആദ്യം ഒന്ന് അടയാളപ്പെടുത്തുക. സെൻറ്റർ ഭാഗം അടയാളപ്പെടുത്തിയിട്ട് അത് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത അവിടെ വയ്ക്കണം. ജസ്റ്റ് ഒരു ചെറിയ കട്ട് കൊടുത്താൽ മതി കേട്ടോ. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു പോരുതേ. ഈ ഷോൾഡർ ജോയിൻ ചെയ്ത ഭാഗത്തേക്ക് ഈ പീസ് വെച്ച് കൊടുക്കുക. വെക്കുമ്പോൾ ഇതുപോലെ വേണം വെക്കാൻ. നല്ല വശമായിട്ടല്ല വെക്കേണ്ടത്, കാരണം ഇത് പുറത്ത് കാണുന്ന ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് അത് നേരെ വെക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ടിൽ നമ്മൾ കട്ട് ചെയ്ത പീസ് ഉണ്ടല്ലോ, അവിടെ ജസ്റ്റ് ഒന്ന് മടക്കി, ഒരു ചെറിയൊരു മടക്കിയിട്ട് ഒന്ന് മടക്കി അടിക്കണം. എങ്ങനെ ഒന്ന് മടക്കി അവിടെ ഒന്ന് അടിച്ചേക്കണം. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ പുറത്ത് വേണം നമ്മൾ സ്റ്റിഫ് പേപ്പർ വെക്കാനായിട്ട്. അടിച്ചു തുടങ്ങുമ്പോൾ ആ ഷോൾഡറിൻ്റെ വശത്തു നിന്ന് വേണം അടിച്ചു തുടങ്ങാനായിട്ട്. ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് സ്റ്റിഫ് പേപ്പർ വയ്ക്കാം. സ്റ്റിഫ് പേപ്പർ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, നല്ല വശമായിട്ട് വേണം വയ്ക്കാൻ. നമ്മൾ മറ്റേത് വെച്ചതുപോലെ അല്ല, ഇത് സ്റ്റിഫ് പേപ്പർ വയ്ക്കുമ്പോൾ നല്ല വശം വയ്ക്കുക. ഷോൾഡറിൻ്റെ അവിടെ കറക്റ്റായിട്ട് അവിടെ വയ്ക്കുക. അപ്പോൾ രണ്ട് ഷോൾഡറിൻ്റെ അവിടെ ആയിരിക്കും അതിൻ്റെ എൻഡ് വരുന്നത്. അതിന് ശേഷം ആ ഒരു ക്ലോത്തിൽ കണ്ടില്ല, ആ സ്റ്റിഫ് പേപ്പറിൻ്റെ എൻഡിലൊരു ചെറിയ പീസ് ക്ലോത്ത് ഉണ്ടല്ലോ, അവിടെ കൂടി വേണം നമ്മൾ തയ്ച്ചെടുക്കാനായിട്ട്. പതുക്കെ തന്നെ തയ്ക്കണം, ധൃതി പിടിച്ചൊന്നും തയ്ച്ചെടുക്കരുത്. കറക്റ്റ് ആ ഒരു ഷേപ്പിൽ തന്നെ തയ്ച്ചെടുക്കുക. തയ്ച്ചെടുത്തിട്ട് പതുക്കെ മടക്കി ആ സ്റ്റിഫ് പേപ്പറിൻ്റെ പുറത്തുകൂടി ഒന്ന് അടിക്കണം. പതിച്ചടിച്ചതിന് ശേഷം വേണം ഉള്ളിലേക്ക് വെച്ച് ഒന്ന് ഹെമ്മിങ് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ പുറത്തുകൂടി ഒരു സ്റ്റിച്ച് കൊടുക്കുക. അതായത് ഇതുപോലെ പുറത്തുകൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് അകത്ത് ഹെമ്മിങ് ചെയ്തെടുത്താൽ മതിയാവും. നല്ല നീറ്റായിട്ട് തന്നെ ഇരുന്നോളൂ. ആ കറക്റ്റ് നല്ല ഷേപ്പിൽ തന്നെ ഇരിക്കും. കടലേ നമ്മുടെ ഈ സൈഡും ഒക്കെ ആയിട്ടുണ്ട്, അതുപോലെ അപ്പർ സൈഡും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോട്ടം പാർട്ട് ജോയിൻ ചെയ്യാം. ബോട്ടം പാർട്ട് എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ബോട്ടം പാർട്ട് ജോയിൻ ചെയ്യാം. ബോട്ടം പാർട്ട് ജോയിൻ ചെയ്തിട്ട് ഒന്ന് പതിച്ചടിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഒരു നല്ലൊരു ഷേപ്പിൽ കിടന്നോളും. ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് അതിൻ്റെ പുറത്തുകൂടി ഒന്ന് പതിച്ചടിക്കുക. കണ്ടോ, പതിച്ചടിച്ചിട്ട് നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ടോപ്പാണ്. ഇതുപോലെ കണ്ട കറക്റ്റായിട്ട് നമുക്ക് എല്ലാ എൻഡും ഒക്കെ കറക്റ്റായിട്ട് തന്നെ കിട്ടിക്കോളും. താഴത്തെ വശം കിട്ടും. കഴിഞ്ഞ് നമുക്ക് സ്ലീവിനുള്ള ഇത് ചെയ്യാം. സ്ലീവിനിപ്പോൾ ചെറിയൊരു പീസ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, കാരണം നമ്മൾ കട്ട് ചെയ്തപ്പോൾ സ്ലീവിലൊരു തയ്യൽ തുമ്പ് ഇച്ചിരി വേണമായിരുന്നു. അപ്പോൾ അത് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ജോയിൻ ചെയ്തിട്ടാണ് സ്ലീവ് വെച്ചത്. സ്ലീവ് വെച്ചിട്ട് അതൊന്ന് മടക്കി തയ്ച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വണ്ണത്തിനനുസരിച്ച് കറക്റ്റായിട്ട് തയ്ച്ച് താഴത്തേക്ക് തയ്ച്ച് കൊണ്ടുവരാം. താഴത്ത് വരുമ്പോൾ ഒരു 1/2 ഇഞ്ചൊക്കെ മതിയായിരിക്കും തയ്യൽ, കാരണം നമ്മൾ മേളിൽ നിന്ന് 1.5 ഇഞ്ചാണ് വരുന്നത്. അതൊന്ന് ചരിച്ച് കൊടുത്തിട്ട് താഴെ വരുമ്പോൾ ഒരു 1/2 ഇഞ്ചോ 1 ഇഞ്ചോ മതി. അതിന് ശേഷം അത് സ്റ്റിച്ച് ചെയ്തിട്ട് താഴത്തെ വശം ഒന്ന് മടക്കി അടിച്ചാൽ മാത്രം മതി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.